آله وصحابه أجمعين أما بعد اللهم صل على محمد അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമാധാനവും ശാന്തിയും അനുഗ്രഹവും സദാസമയവും എന്നിലും നിങ്ങളിലും വർഷിക്കട്ടെ എന്ന് ആമുഖമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഉദ്ദേശിക്കുന്നത്. പടച്ച തമ്പുരാന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി അനവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ആ നിരവധി അനവധി അനുഗ്രഹങ്ങൾക്ക് ഇടയിൽ ജീവിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്നത്. നമ്മുടെ ശരീരത്തിലാകട്ടെ നമ്മുടെ ചുറ്റുപാടിലാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ എണ്ണിക്കുറ്റപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ വിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 18-ാമത്തെ വചനം, വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊരിക്കലും നിങ്ങളെ കൊണ്ട് എണ്ണിക്കണക്കാക്കാൻ സാധിക്കുകയില്ല, എണ്ണിത്തിരപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകി. ഈ അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഒരു നിഅമത്താണ് യഥാർത്ഥത്തിൽ സമ്പത്ത് എന്നത്. അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാന്റെ ഒരു വലിയ നിഅമത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് സമ്പത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഫിത്നയാണ്, അത് പരീക്ഷണമാണ് എന്നും സംസാരിച്ചിട്ടുണ്ട്. ഖുർആനിലെ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിലെ 28-ാമത്തെ വചനത്തിലും ഖുർആനിലെ 64-ാം അധ്യായം സൂറത്ത് തഗാബുനിലെ 15-ാമത്തെ വചനത്തിലും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുകയാണ്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായിട്ടും ഇന്നമാ അംവാലുക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ ധനം, നിങ്ങളുടെ സമ്പത്ത് എന്നുള്ളത്, വ ഔലാദുക്കും, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ എന്നുള്ളത് ഫിത്ന, അതൊരു പരീക്ഷണമാണ് എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. സഹോദരന്മാരെ, ഒരേ നിമിഷം തന്നെ ഒരേ അവസ്ഥയിൽ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹമായിട്ട് ധനം തന്നെങ്കിൽ, സമ്പത്ത് നമുക്ക് അനുഗ്രഹമായിട്ട് നൽകിയെങ്കിൽ, അതേ സമയത്ത് തന്നെ ഒരു നിലക്ക് സമ്പത്ത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിത്നയായിക്കൊണ്ട് മഹത്ക്കുന്നത് എന്നും എങ്ങനെയായിരിക്കണം മനുഷ്യൻ സമ്പത്ത് സമ്പാദിക്കുന്നത് എന്നും ഏതൊരു രൂപത്തിൽ നമ്മുടെ മലയാളം പറഞ്ഞു തരേണ്ടത് സമ്പത്ത് നമുക്ക് നൽകിയ ഒരു വ്യക്തി തന്നെയായിരിക്കണം. പടച്ച തമ്പുരാൻ നമുക്ക് നിഅമത്തുകൾ നൽകി. ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് സമ്പത്ത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ സല്ലല്ലാഹു ചരിത്രം കേരള സംസ്ഥാനത്താകട്ടെ അല്ല മലപ്പുറം ജില്ലയിലാകട്ടെ അത്രത്തോളം
അതേപോലെ തന്നെ ലോട്ടറി എന്നുള്ളത്, അതേപോലെ തന്നെ മോഷണം എന്നുള്ളത് തുടങ്ങി പല മേഖലകളുമുണ്ട് ഈ സാമ്പത്തിക ചൂഷണ രംഗത്ത്. എടുക്കുകയാണെങ്കിൽ ഖുർആനിലെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രണ്ടിനെയും നമ്മുടെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. കച്ചവടം പടച്ച തമ്പുരാൻ നമുക്ക് ഹലാലാക്കിയ കാര്യം. എന്നാൽ പലിശ എന്നുള്ളത് നമുക്ക് ഹറാമാക്കിയ കാര്യമാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് അൽ ബഖറ 275-ാമത്തെ വചനം വായിച്ചാൽ കാണാൻ പറ്റും. 2-ാം അധ്യായം സൂറത്ത് അൽ ബഖറ 279-ാമത്തെ വചനത്തിൽ കാണാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ായിക്കൊണ്ട് സമ്പാദ്യം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതായിക്കൊണ്ട്, അതുപോലെ തന്നെ സ്ത്രീധനം എന്നുള്ളത് സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എന്തുകൊണ്ട് ഇസ്ലാം എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള 2-ാമത്തെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീധനത്തെ സംബന്ധിച്ച് നമ്മൾ വായിച്ച അത്ര ഒരു നീചമായ ഒരു പ്രവൃത്തി നമ്മുടെ നാട്ടിൽ കൊണ്ടില്ല. സ്ത്രീധനം എന്നുള്ളത് ഒരു നിലക്ക് നോക്കുമ്പോൾ സമൂഹത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും സ്ഥാനത്തെ അധപ്പതിപ്പിക്കുന്ന രൂപത്തിലേക്ക്, അവരുടെ അവകാശത്തെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തെ ഇല്ലാതെയാക്കുന്ന, അപമാനത്തിനിരയാക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീധനം എന്നുള്ളത്. ഒരു നിലക്ക് സ്ത്രീ അവൾ പിറന്നു എന്നുള്ളതിന്റെ പേരിൽ അവൾ ഒരു വിൽപ്പന ചരക്കായി മാറുന്നു. മാത്രവുമല്ല, സ്ത്രീധനം കൊടുക്കാൻ പേരിൽ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ അവൾ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വരുന്നു. ഇനി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ, പുരുഷന് എന്തിനാണ് അനന്തര സ്വത്ത് സ്ത്രീയേക്കാൾ കൂടുതൽ നൽകപ്പെടുന്നത്? ഈ രൂപത്തിലുള്ള സ്ത്രീയെ പോറ്റാനുള്ള ഒരു സമ്പാദ്യം അവന് ആവശ്യമായി വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ അതുപോലും മുഖവിലക്കെടുക്കാതെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പണി എന്താണ്? ഈ സ്ത്രീയുടെ പിതാവിന്റെ പണം പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട്, ചെയ്തെടുത്തുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? എന്നിട്ട് ഈ സ്ത്രീക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ഇവൻ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവൻ സമ്പാദിച്ച് ഇവൻ വിയർപ്പൊഴുക്കിയിട്ട് ഉണ്ടാക്കേണ്ട പണം കൊണ്ട് ചിലവഴിക്കേണ്ടതിന് പകരം ഇവൻ ചെയ്യുന്നത് ഈ സ്ത്രീയുടെ പിതാവിനെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് അവൾക്ക് വേണ്ടി തന്നെ ആ പണം ഒഴുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യമില്ല, ആ സ്ത്രീയുടെ മുമ്പിൽ അവൻ നട്ടലില്ലാത്തവനായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് ആവശ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല സഹോദരന്മാരെ, ഒരു കഥ, നടന്ന ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും. കോഴിക്കോട് ഭാഗത്ത് നടന്ന ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ ഒരാൾ വന്നുകൊണ്ട് അയാള് കല്യാണം അന്വേഷിക്കാൻ
ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീധനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ കല്യാണം ഉറച്ചു. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ എത്തിയ വ്യക്തി ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ പള്ളിയിലേക്ക് പോയി. ജുമാ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്ത് ഒരാൾ കയ്യിൽ നീട്ടിയിട്ട് പൈസ അന്വേഷിക്കുന്ന, പണം ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇദ്ദേഹം പാവമല്ലേ എന്ന് വിചാരിച്ച് ഒരു 10 രൂപ എടുത്തു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ കൈയിങ്ങനെ ാണ് അദ്ദേഹം ആ പണം സ്വീകരിക്കുന്നത്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നിക്കാഹ് ബന്ധപ്പെടുത്തുന്ന സമയത്ത്, നിക്കാഹുമായി ബന്ധപ്പെട്ട സമയത്ത് ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി കൈ കൊടുക്കുന്ന സമയത്ത്, ഈ പെണ്ണിന്റെ പിതാവിന് കൈ കൊടുക്കുന്ന സമയത്ത് ഉറച്ച ഒരു കൈ തന്നെയാണ് കാണുന്നത്. ഇതൊരു ചെറിയ ഒരു സംഭവമാണെങ്കിലും വലിയൊരു പാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട്. ഈ ഒരുത്തന്റെ പേരിൽ, ഈ നട്ടല്ലില്ലാത്ത ഒരുത്തന്റെ പേരിൽ ആ പിതാവ് ആ സ്ത്രീക്ക് വേണ്ടി നടുറോട്ടിലിറങ്ങിയിട്ട് യാചിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങളുടെ പട്ടികയിൽ എണ്ണാനുള്ളതാണ് യഥാർത്ഥത്തിൽ ലോട്ടറി എന്നുള്ളത്. ലോട്ടറിയെക്കുറിച്ച് വളരെ വ്യക്തമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലോട്ടറി സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള ഒന്നാമത്തെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഹറാമാക്കി എന്നുള്ളത് കൊണ്ടാണ്. 5-ാം അധ്യായം സൂറത്ത് മാഇദ 90-ാമത്തെ വചനത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ. സത്യവിശ്വാസികളെ, തീർച്ചയായിട്ടും മദ്യം, ലഹരി, മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠ, മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠ, പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകൾ, ഇവയെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. അതെല്ലാം നിങ്ങൾ വെടിയണം. അതെല്ലാം പിശാചിന്റെ മാർഗങ്ങളാണ്. പിശാചിന്റെ മാർഗത്തെ പിന്തുടരാൻ നമ്മൾ ഒരിക്കലും അവകാശമുള്ളവരല്ല. കാരണം അത് പിശാചിന്റെ മാർഗം എന്നുള്ളത് ദുഷിച്ച മാർഗമാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് അൽ-ബഖറ 168-ാമത്തെ വചനത്തിലും 2-ാം അധ്യായം സൂറത്ത് അൽ-ബഖറ 208-ാമത്തെ വചനത്തിലും ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിന്തുടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധനം നൽകിയതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ലോട്ടറി സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള രണ്ടാമത്തെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിരിക്കുന്നു, അതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോട്ടറി ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ലോട്ടറി ഒരിക്കലും നമുക്ക് ഹലാലായ പണമല്ല, ഹറാമായ പണമാണ്. മറ്റുള്ളവന്റെ കണ്ണീരും മറ്റുള്ളവന്റെ ആഗ്രഹങ്ങളെയുമാണ് നമ്മളൊരു ഭാഗ്യമായി കാണുന്നത്. ലോകത്തുള്ള എല്ലാവരും വിചാരിക്കുന്നു അവനൊരു 20 രൂപ കൊടുത്ത് ഒരു ലോട്ടറി എടുത്താൽ ആ ലോട്ടറി വഴി അവന് കുറെ സമ്പാദിക്കാമെന്ന വിചാരണയോടുകൂടി, അങ്ങനെ ഒരു ധാരണയോടുകൂടിയാണ് ലോകത്തെല്ലാവരും ലോട്ടറി എടുക്കുന്നത്. പക്ഷേ ആ ആശകളെല്ലാം, ആഗ്രഹങ്ങളെല്ലാം കളഞ്ഞു പിടിച്ചുകൊണ്ട് ഒരുത്തൻ പണവുമായിട്ട് മുങ്ങുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ലോട്ടറിയിൽ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, അവൻ സമ്പാദിച്ച പണമല്ലത്, അവൻ അർഹതപ്പെട്ട പണമല്ല. 20 രൂപ ചെലവഴിച്ചിട്ട് ചിലപ്പോൾ 1 കോടിയോ 50 ലക്ഷമോ അവൻ സമ്പാദിക്കുമ്പോൾ അവൻ അർഹമായ പണമല്ല. മാത്രവുമല്ല, അതിന് യാതൊരു രൂപത്തിലുള്ള ബർക്കത്തും ഉണ്ടാവുകയില്ല. ഇസ്ലാം ഹറാമാക്കിയ ഒരു സംഗതിയാണ്. ഇസ്ലാം സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണിയ ഒരു സംഗതിയാണ്, ഒരു വിഷയമാണ് ലോട്ടറി എന്നുള്ളത്. വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കൈക്കൂലിയെ സംബന്ധിച്ചിടത്തോളം കൈക്കൂലി എന്തുകൊണ്ട് ഇസ്ലാം സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് ഒന്നാമത് 2-ാം അധ്യായം കൊണ്ട് ധനം ഭക്ഷിക്കരുത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇസ്ലാം കൈക്കൂലിയെ സാമ്പത്തിക ചൂഷണത്തിന്റെ പട്ടികയിൽ എണ്ണുന്നു എന്ന ചോദ്യത്തിന് ഒരു മുസ്ലിമിന് നൽകാനുള്ള രണ്ടാമത്തെ മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെയും വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങിക്കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു എന്ന്. അവരെല്ലാം ഒരേ പാതയിലാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ തന്നെ നിരവധി സാമ്പത്തിക ചൂഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് എന്റെ ജീവിതത്തെക്കുറിച്ചാണല്ലോ, ഇത് എന്നെ പറ്റിയാണല്ലോ പറയുന്നത് എന്ന്. അങ്ങനെ ഒരു മനസ്സാക്ഷി കുസ്തു നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പറ്റി തന്നെയാണ്. ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അടിയുറച്ച് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ പുറംകാലത്താകൊണ്ട് തട്ടി ഒഴിവാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണത്തെ ഹദീസിനെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കും മുമ്പ് യഥാർത്ഥമായി നടന്ന ഒരു വസ്തുത പറഞ്ഞുകൊണ്ട്
ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂറോപ്പിൽ പണ്ടൊരു സാമ്പത്തിക മാന്ദ്യം നേരിട്ടു. സാമ്പത്തിക മാന്ദ്യം നേരിട്ട സമയത്ത് യൂറോപ്പിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു പത്രമാണ് ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പത്രം. ഈ പത്രത്തിന്റെ എഡിറ്റർ അതിൽ ഡേവിഡ് പിൻസൺ എന്ന് പറയുന്ന അതിന്റെ എഡിറ്റർ അതിൽ രേഖപ്പെടുത്തിയ ഒരിക്കൽ ഈ ഒരു കാര്യം കടന്നു വന്നപ്പോ ഈ ഒരു സാമ്പത്തിക മാന്ദ്യം കടന്നു വന്നപ്പോ ഡേവിഡ് പിൻസൺ ആ ഒരു പത്രത്തിന്റെ എഡിറ്ററായ അദ്ദേഹം ആ പത്രത്തിൽ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. എന്തായിരുന്നു കാര്യം? യൂറോപ്പിൽ സാമ്പത്തിക മാന്ദ്യം നേരിടുന്നതിനുള്ള പ്രധാനപ്പെട്ട മുഖ്യ കാരണം എന്താണ്? യൂറോപ്പിലുള്ള ആളുകൾ കാറൽ മാർക്സിന്റെ പുസ്തകം പിൻപറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ കത്തോലിക്ക വിഭാഗം കൊണ്ടു നടക്കുന്ന ബൈബിളിനെ പിൻപറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യൂറോപ്പിൽ ഈ സാമ്പത്തിക മാന്ദ്യം നേരിട്ടത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് അവർ പിൻപറ്റിയിരുന്നെങ്കിൽ അവർക്ക് ഈ ദുരിതാവസ്ഥ കടന്നു വരുന്നില്ല. ലോകം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ്? ലോകം ഉച്ചാലോചിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ്? ഇസ്ലാമിക് ബാങ്കിംഗ് നിലവിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ്. അത് ഓരോ ഗ്രാമങ്ങളിലും ഓരോ രാജ്യങ്ങളിലും ഇന്ത്യ രാജ്യത്ത് അതെങ്ങനെ പ്രാവർത്തികമാക്കാം, എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ഇസ്ലാം ദീന് ഇവിടെ സത്യമായി പുലരുക തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ ഓരോ മതനിയമങ്ങളും ഇവിടെ സത്യമായി പുലരും. ആ അവസ്ഥയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനമായിക്കൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രൂപത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും, അങ്ങനെ നമ്മൾ അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അക്ഷരാർത്ഥത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും, എന്നിട്ട് നല്ല ഒരു മാതൃകാ പുരുഷനായിക്കൊണ്ട് ഇതിനെതിരെ മാറി നിൽക്കാനും, ഒരു മാതൃകാ പുരുഷനായി മാറാനും, അതോടൊപ്പം തന്നെ തന്റെ നാവിനെയും കൈകളെയും ഈ ഒരു ദുഷിച്ച പ്രവർത്തനത്തിനെതിരെ, ഈ ഒരു സാമ്പത്തിക ചൂഷണത്തിനെതിരെ ചലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ ഖുർആൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ച PK സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖിന് ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്ന അരിന്ദ്ര മുഹമ്മദ് മാസ്റ്ററെ ആദരപൂർവ്വം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 28-ാം തീയതി മുതൽ ഇവിടെ ഭംഗിയായി നടന്നു വരുന്ന ഈ എക്സിബിഷനോടനുബന്ധിച്ചുള്ള ഈ സെഷനിൽ ഒരാശംസ അർപ്പിച്ച് സംസാരിക്കണമെന്ന് എന്റെ സുഹൃത്ത് ഷബീ മൗലിയുടെ ക്ഷണമനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. മുജാഹിദ് സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. വളരെ പഠനാർഹമായ ഒരു എക്സിബിഷൻ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് മുസ്ലിംകളെ മാത്രമല്ല മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഏറ്റവും വലിയ ഒരു സാഹിത്യ സൃഷ്ടി, ഏറ്റവും വലിയ ഒരു നിയമ സംഹിത, മാനവ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചരിത്ര ഗ്രന്ഥം, ഇങ്ങനെയുള്ള എല്ലാ യോഗ്യതകളുമുള്ള പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് വേണ്ടത്ര അവബോധം നമ്മളൊക്കെ മുസ്ലിംകളാണ്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ആധികാരിക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളൊക്കെ. ഞാൻ ആദ്യം പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്, ഈ പരിശുദ്ധ ഖുർആൻ ഒരു നിയമവ്യവസ്ഥ എന്ന നിലക്കുള്ള അതിന്റെ പ്രത്യേകത തന്നെ. നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളാണ്. ഇസ്ലാം വ്യവസ്ഥ ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന ശരീഅത്ത് നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
വിവാഹം, സ്വത്ത് വിവരം തുടങ്ങിയ കാര്യങ്ങളിൽ ഈ ശരീഅത്ത് നിയമവ്യവസ്ഥ അനുസരിച്ചാണ് മുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇടയ്ക്ക് ശരീഅത്തിന് പകരം ഒരു ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്തണമെന്ന വാദം വളരെ ശക്തമായി ഉയർന്നു വന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കിരാതമായ നടപടിക്ക് തയ്യാറാവില്ല എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച്, നിയമവ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പരിപാടികൾ നടപ്പാക്കേണ്ടത് ഇസ്ലാമിക സിദ്ധാന്തമനുസരിച്ച് വേണം നടത്തുന്ന രാജ്യങ്ങളിലാണ്. വളരെ സ്വതന്ത്രമായി മതപ്രചരണം നടത്താൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഈ ക്രിമിനൽ സ്വഭാവങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന ശിക്ഷാ നടപടികൾ കൈകൊള്ളണമെന്ന് നമ്മളാരും ആവശ്യപ്പെടാറില്ല. അതിന്റെ ആവശ്യവുമില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ പ്രകൃതി അറിയുന്ന സർവശക്തനായ റബ്ബ് ഈ കാര്യത്തിൽ വ്യവസ്ഥ ചെയ്ത കാര്യങ്ങളും മനുഷ്യനിർമ്മിതമായ നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ, അടുത്ത കാലത്ത് പാസാക്കിയ ഒരു നിയമം നമ്മുടെ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ നിയമം. ആ നിയമം പാസാക്കിയത് ഇപ്പൊ സർക്കാർ അധികാരത്തിലേക്കുന്ന സർക്കാരിന് ഏതൊക്കെ കക്ഷികളുടെ പിന്തുണയുണ്ട് അവരൊക്കെ നിർദ്ദേശിക്കുന്ന അഭിപ്രായങ്ങളനുസരിച്ചാണ്. ഒരു വസ്തുത വളരെ വ്യക്തമാണ്. നമ്മുടെ രാജ്യം വലിയ ഒരു അരാജകത്വത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലൈംഗികമായ അരാജകത്വം. 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് സ്വതന്ത്രമായി പ്രീ പ്രൈമറി സ്കൂളിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സർക്കാരിനെയും സമൂഹത്തെയും പ്രേരിപ്പിച്ചത്. പക്ഷെ നിയമം നടപ്പാക്കിയിട്ടും ഇപ്പോഴത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ നിയമവ്യവസ്ഥയും മനുഷ്യനിർമ്മിതമായ നിയമവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഈ നിയമവ്യവസ്ഥ ഇന്ന് സമൂഹത്തിന് ഏറ്റവും വലിയ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇതിനെ നേരിടാൻ പര്യാപ്തമാണോ? നമ്മൾ ചിന്തിക്കേണ്ട പരിശുദ്ധ ഖുർആന്റെ മഹാത്ഭുതം മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യഭിചാരിക്ക് വധശിക്ഷ നൽകണം എന്നാണ് നിയമവ്യവസ്ഥയെന്ന്. വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം, വധശിക്ഷ നൽകണം. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? നമ്മുടെ രാജ്യത്ത് ഉറക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വധശിക്ഷ വേണ്ട, ജീവപര്യന്തം തടവ് മതി എന്നൊക്കെ നിർദ്ദേശിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വ്യഭിചാരം യാതൊരു തടസ്സവുമില്ലാതെ നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളെ പീഡിപ്പിച്ചതിന്റെ പ്രതികളെന്ന നിലയ്ക്ക് പ്രതിക്കൂട്ടിലേറ്റപ്പെടുന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു വലിയ വിഭാഗവും മുസ്ലിങ്ങളാണ് എന്ന കാര്യവും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന എല്ലാ തരത്തിലുള്ള നടപടികളെയും ഇസ്ലാം വളരെ കണിശമായി നിരോധിച്ചിട്ടുണ്ട്. വേലിക്കൊമ്പിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് വേലിയുടെ പരിസരത്ത് എത്തിച്ചേരുന്നതിനെ ഇസ്ലാം കർശനമായി നിരോധിക്കുന്നു. ഇന്ന് നിലവിലുള്ള ഈ നിയമ നടപടികൾ കൊണ്ട് ഒന്നും തന്നെ ഇന്ന് നിലവിലുള്ള ലൈംഗികമായ അരാജകത്വത്തെ തടയാൻ സാധ്യമല്ല. മാത്രമല്ല, നിയമത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ആ നിയമവ്യവസ്ഥയനുസരിച്ച് പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് പുരുഷന്മാരെയാണ്. സ്ത്രീപീഡനത്തിന്റെ പ്രതികൾ എന്ന നിലക്ക് പ്രതിക്കൂട്ടിൽ കയറ്റേണ്ടത് യാതൊരു സംശയവുമില്ല പുരുഷന്മാരെ തന്നെയാണ്. പക്ഷേ പുരുഷന്മാർ മാത്രം ഉദ്ദേശിച്ചാൽ ഈ കാര്യം തടയാൻ കഴിയുമോ? നമ്മുടെ സദസ്സിൽ സഹോദരിമാരുണ്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല. അവർക്ക് സാമൂഹികമായ സുരക്ഷിതത്വം നൽകേണ്ടതാണ്. ഇതൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ
മനുഷ്യന്റെ വികാരമറിയുന്ന മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നിയമ നടപടി കൊണ്ട് ഇതിനെ നേരിടാൻ സാധ്യമല്ല. സ്വന്തം സഹോദരനും സഹോദരിയും ഒരു പ്രത്യേക പ്രായപരിധി എത്തിയാൽ ഒരു കിടന്നുറങ്ങാൻ പാടില്ല. ഒറ്റയ്ക്ക് ഒരു പുരുഷനും സ്ത്രീയും ഒരു റൂമിൽ ഒരുമിച്ച് കൂടിക്കൂടാ. നമ്മുടെ സ്ത്രീകൾക്ക് പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യാം. പക്ഷേ ഈ നിയമം കർശനമായി നടപ്പാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച ഇത്തരത്തിലുള്ള സാമൂഹ്യമായ ചുറ്റുപാടുകൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ കാര്യം തുറന്നു പറഞ്ഞില്ല. ആരും സ്ത്രീകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നില്ല. അസമയത്ത് അർദ്ധരാത്രി നമ്മുടെ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന നമ്മുടെ സഹോദരിമാർ, അവരുടെ വസ്ത്രധാരണ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുള്ള പാകപ്പിഴകൾ, ഇത്തരത്തിലുള്ള അനാശാസ്യ സംഭവങ്ങൾ നടക്കുന്നതിൽ അവർക്കുള്ള പങ്ക്, ഇതൊക്കെ തടയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വ്യവസ്ഥ ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു നിയമ നടപടി കൊണ്ട്, മനുഷ്യനിർമ്മിതമായ ഒരു നിയമ നടപടി കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് തടയാൻ സാധ്യമല്ല. ഞാൻ ദീർഘമായ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഒരു മാനവരാശി ഈ ലോകത്ത് ഏഴ് വന്നതിന് ശേഷമുണ്ടായ പ്രധാന സംഭവവികാസങ്ങളൊക്കെ വിവരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല ഒരു ശാസ്ത്രീയമായ ഗ്രന്ഥം. ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു, ആകാശത്തിലുള്ളതും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ചന്ദ്രനിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിന് അത്ഭുതമില്ല. നമ്മുടെ പഴമക്കാരായ ആളുകൾ പറഞ്ഞു ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മല മുകളിലായിരിക്കും ഇവര് ചെന്നെത്തിയിട്ടുള്ളതെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന ശാസ്ത്രീയ സത്യങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പ്രതിപാദിച്ച ശാസ്ത്രീയമായ തത്വങ്ങൾ, മനുഷ്യന്റെ ശാരീരിക ഘടനയെക്കുറിച്ച്, മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ധാരാളം ശാസ്ത്രീയമായ തത്വങ്ങൾ മുമ്പേ ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്ന ആകാശത്തുള്ളതൊക്കെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുമെന്ന് പറഞ്ഞാൽ 1500 കൊല്ലം മുമ്പ് ഇത് പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് ഒന്നുകൂടി മനസ്സിലാക്കാൻ അന്നത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും ശാസ്ത്രീയമായ കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച ആ മഹത്തായ ഗ്രന്ഥം യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് തന്നെ കഴിയുന്നില്ല, അത് പ്രായോഗികമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ അമലൻ മുതഖബ്ബല, ഉപകാരപ്രദമായ അറിവ് എനിക്ക് നൽകണമേ. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഉപകാരപ്രദമായ ഇൽമും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഖുർആൻ പറയുന്ന കാര്യങ്ങൾ, ഈ കാര്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. മുസ്ലിംകൾ ഇതിലെ പ്രധാന പ്രതികൾ എന്ന നിലയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ സഹോദരന്മാർ മാത്രം ഈ കാര്യങ്ങൾ ആലോചിച്ചാൽ പോരാ. ഈ കാര്യങ്ങൾക്ക് നിയന്ത്രണം വേണം. നമ്മുടെ സഹോദരിമാർ അവരുടെ ചലനത്തിലും പ്രവർത്തനത്തിലൊക്കെ നിയന്ത്രണം വേണം. സ്ത്രീകൾക്കെതിരെ ഒരു പ്രയാസവുമില്ല. പക്ഷെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യഭിചാരം, അതുപോലുള്ള വലിയ കുറ്റങ്ങൾക്ക് യാതൊരു കാരണവശാലും അറുതി വരുത്താൻ സാധ്യമല്ല. അപ്പൊ ആ പരിശുദ്ധ ഖുർആന്റെ മഹാത്മ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഇവിടെ മുമ്പ് പ്രതിപാദിപ്പിച്ചതുപോലെ നമ്മുടെ സാമ്പത്തിക കുഴപ്പാണ്, യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി യത്തീംഖാനയിൽ അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. പൂർവ്വ അന്തേവാസികളുടെ യോഗത്തിൽ സംസാരിച്ച ഒരാൾ പറഞ്ഞു, 1943 തിരൂരങ്ങാടി യത്തീംഖാന നിലവിൽ വന്ന കാലത്ത് അന്ന് വാർഡർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഡബിൾ അടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്.
അന്ന് കഞ്ഞി വിളമ്പി ഡൈനിങ് ടേബിളിൽ ഡെസ്കിൽ വെച്ചാൽ ഒരു കഞ്ഞി കഴിച്ച് രണ്ടാമത്തെ കഞ്ഞി ഡെസ്കിന് താഴെ എടുത്തു വെക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതിഗതികളാകെ മാറി. ഇന്ന് വാർഡർമാരുടെ ഉത്തരവാദിത്വം കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിരിയാണി തുടർച്ചയായിട്ട് ആഴ്ചയിൽ 3-4 പ്രാവശ്യം കഴിക്കുമ്പോൾ ഇറച്ചിയും ചോറും ഒന്നായിട്ട് വേസ്റ്റാക്കിയിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. അത്രമാത്രം സാമ്പത്തിക കൊഴുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീർന്നു. 10-200 കോടിയോളം വരുന്ന ജനങ്ങൾ, 147 രാജ്യങ്ങളിൽ നമ്മുടെ ഭരണം, സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം നമ്മൾ സുരക്ഷിതമായി കൈവശം വച്ചിരിക്കുന്നു. പെട്രോളും സ്വർണവുമൊക്കെ നമ്മുടെ കുത്തകയായി മാറിയിരിക്കുന്നു. ഈ സാമ്പത്തിക കൊഴുപ്പ് യഥാർത്ഥത്തിൽ നമ്മളെ വഴിയെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ്. ഇതാണ് എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. മാത്രമല്ല, ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ മുഖമുദ്രയാണ് വിഭാഗീയത. എല്ലാ രാജ്യങ്ങളിലും കുഴപ്പം. മുസ്ലിം രാജ്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കുഴപ്പം. അതിനൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾക്ക് വളരെ സുന്ദരമായ പേര്, മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നല്ല പേരും നൽകിയിരിക്കുന്നു. ഇസ്ലാമിന്റെ പഴയ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്ന ഇറാഖും ഇറാനും അവിടെയൊക്കെ എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ഫോടനങ്ങളും കുഴപ്പങ്ങളും തീവ്രവാദി പ്രവർത്തനങ്ങളും എല്ലാം. യഥാർത്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള വിഭാഗീയത. ആരെയും ഞാൻ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു സ്വയം വിലയിരുത്തൽ നമ്മളൊക്കെ ഇതിന് കാരണക്കാരാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ചെയ്തിയുടെ ഫലമായിട്ടായിരിക്കും നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം സർവശക്തനായ റബ്ബിനോട് നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. ആ പഴയ അഭിമാനവും സുരക്ഷിതത്വവും ഇസ്സത്തും നിലനിർത്താൻ സർവശക്തനായ റബ്ബെ സഹായിക്കണേ. അത് മാത്രമാണ് ഈ വിഭാഗികൾക്ക് ഊക്കുകൂട്ടുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അപേക്ഷ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ രാജ്യത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭൗതിക വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും കോർത്തിണക്കി ഇവിടെ ചലനാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കർശനമായ നിലപാടുകൾ ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിക്കൂടാ. പ്രവാചക ശിരോമണിയോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കർശനമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യരുത്. അങ്ങനെ പെരുമാറിയാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൂടെയുള്ളവരകന്നു പോകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനം ഇപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇപ്പോ വരൾച്ച കാരണം കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ പ്രയാസപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമസ്കാരം സംഘടിപ്പിക്കുക, അതിന് ആഹ്വാനം ചെയ്യാൻ പോലും കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? അത്തരത്തിലുള്ള ഒരു ദുസ്ഥിതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നു വരുന്നിട്ടുള്ളത്. സർവശക്തനായ റബ്ബ് ഈ ഏറ്റവും നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈജ്ഞാനിക സമ്മേളനത്തെ അഭിമുഖീകരിച്ച അജീന്ദ്ര മുഹമ്മദ് നന്ദി അറിയിക്കുന്നു. പ്രധാനമായും 2 വിഷയങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പരലോകം ഖുർആൻ എന്ന വിഷയവും തബ്ലീഗ് ജമാഅത്ത് വിമർശനങ്ങളും കാരണങ്ങളും എന്ന വിഷയമാണ് ഇനി ഇവിടെ സംസാരിക്കുവാനുള്ളത്. ശ്രദ്ധിക്കുക. 55-349 എന്ന കാറും തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ എന്നറിയിക്കുമോ? അത് മാറ്റി കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. KL 55-349, KL 55C 15-13. അടുത്തതായി തബ്ലീഗ് ജമാഅത്ത് വിമർശനങ്ങളും കാരണങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കും.
ക്കുന്നതിനു വേണ്ടി ബഹുമാനനായ സക്കീർ ഹുസൈൻ മൗലവി ഊരാറ്റുപേട്ടയെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹമുള്ള വേദിയിലും സദസ്സിലുമിരിക്കുന്ന പണ്ഡിതന്മാരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ISM മലപ്പുറം ബസ്സില്ലാ കമ്മിറ്റി കഴിഞ്ഞ 28-ാം തീയതി മുതൽ സംഘടിപ്പിച്ചു വരുന്ന ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ വൈജ്ഞാനിക സമ്മേളനത്തിൽ തബ്ലീഗ് ജമാഅത്ത് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ പ്രസക്തമെന്ന് തോന്നുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് തബ്ലീഗ് ജമാഅത്ത്. ഈ ജമാഅത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്.
ഞാൻ അമുഖമായി സൂചിപ്പിക്കട്ടെ. ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തിനെ അന്ധമായി എതിർക്കുകയോ അത്തരം ദഅ്വാ പ്രസ്ഥാനങ്ങളെ അന്ധമായി വിമർശിക്കാനോ വേണ്ടിയല്ല ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഏത് ആദർശ പ്രസ്ഥാനങ്ങളായാലും ശരി, ഏത് സംഘടനകളായാലും ശരി, വിശുദ്ധ ഖുർആനിനും പ്രവാചകർക്കും വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായ പരാമർശങ്ങൾ കണ്ടാൽ അത് ഏത് സംഘങ്ങളെന്ന് നോക്കാതെ, അവരുടെ മുഖം നോക്കാതെ, അത് പ്രമാണബദ്ധമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുക, വളരെ നസീഹത്തോടുകൂടി അത്തരം ആളുകളെ ഉപദേശിക്കുക എന്നുള്ള ദൗത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തബ്ലീഗിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോൾ തബ്ലീഗമായിട്ടൊരു ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ അടിസ്ഥാനപരമായി രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് സൂഫിസവും മറ്റൊന്ന് ത്വരീഖത്തും. കാരണം തബ്ലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാനം തന്നെ സൂഫിസമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂഫിസത്തിന്റെ നേർ പതിപ്പാണ് തബ്ലീഗ്. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പ്രവർത്തന രീതികളും ഒരുതരം ത്വരീഖത്ത് മോഡൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ടി മുഹമ്മദ് ഇസാഖ് മൗലവി താനാർ രചിച്ച ദൈവബന്ധ ഉലമാക്കളും തബ്ലീഗ് ജമാഅത്തും എന്നുള്ള ലഘുലേഖയിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. ദൈവബന്ധ ഉലമാക്കളിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന മുഹദ്ദിസ് ഹസ്രത്ത് മൗലാന ഖലീൽ അംബേദ്കർ അവர்கள் തങ്ങളുടെ നിലയും നിലപാടും ഇപ്രകാരം വിവരിക്കുന്നു. ഞങ്ങൾ കർമ്മപരമായി ഇമാമുൽ ഉലമ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തഖ്ലീദ് ചെയ്തവരും, വിശ്വാസപരമായി അബൂ ഹസനുൽ അശ്അരി ഇമാം ഇസ്മാഈൽ എടുക്കുന്നവരും, തസവ്വുഫിന്റെ വഴികളിൽ, സൂഫിസത്തിന്റെ വഴികളിൽ, ത്വരീഖത്തിന്റെ വഴികളിൽ, നക്ഷബന്ദിയ, ഖാദിരിയ, തയ്യൂബറന്ദിയ, ചിശ്തിയ എന്നീ ത്വരീഖത്തുകൾ സ്വീകരിച്ചവരുമാകുന്നു. പ്രിയപ്പെട്ടവരെ, തബ്ലീഗ് ജമാഅത്തിന്റെ നിലപാടുക വളരെ കൃത്യമായി തയ്യൂബന്റെ ഉലമാക്കളെ പ്രധാനിയായ വളരെ കൃത്യമായി കർമ്മപരമായി ഇമാം അബൂ ഹനീഫയെ തഖ്ലീദ് ചെയ്യുന്നവരാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ തഖ്ലീദുണ്ടോ? അന്ധമായി അനുകരിക്കാൻ ഓരോ മുസ്ലിമിനെ ബാധ്യതയുള്ളത് മഹാനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതേ സന്ദർഭത്തിൽ എഴുതി വയ്ക്കുന്നു, ഞങ്ങൾ അന്ധമായി ഇമാം അബൂ ഹനീഫയെ തഖ്ലീദ് ചെയ്യുന്നവരാകുന്നു എന്ന്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇങ്ങനെ ഒരു തഖ്ലീദ് ഇസ്ലാമിലില്ല. അതുപോലെ വിശ്വാസപരമായി അബൂ ഹസൻ അശ്അരി സൂഫിസത്തിന്റെ നാല് ത്വരീഖത്തുകൾ സ്വീകരിച്ചവരാകണം തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച മാർഗമല്ല സാധ്യമല്ല. ത്വരീഖത്തോ സൂഫിസമോ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഹദീസുകളിൽ തസവ്വുഫ് എന്ന വാക്യേയില്ല. സച്ചരികളായ സഹാബത്തിന്റെ ചരിത്രത്തിലും നാം സൂഫിസം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂഫികളില്ല. ഒരൊറ്റ സഹാബിയും സൂഫി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടില്ല. സൂഫി എന്ന പേര് പോലും അറബിയല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം.
ഹിജറ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും കയറി വന്ന ചിന്താഗതികൾ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഇസ്ലാമികമാവുക? ചുരുക്കത്തിൽ ഇസ്ലാമികമായി യാതൊരു ബന്ധവും പുലർത്താത്ത അഖീദയും അതുപോലെ പ്രമാണങ്ങളും ശരീഅത്തും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു സമാന്തരം മതം തന്നെയാണ് യഥാർത്ഥത്തിൽ സൂഫിസമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂഫിസത്തിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിലുള്ള സന്യാസമാണ് സൂഫിസം. കാട് കയറിയ ചിന്താഗതിയെ നമുക്ക് വിശദീകരിക്കാം. സന്യാസിമാരെ നമുക്ക് സൂഫികളെന്ന് വിളിക്കാം. ഇത്തരത്തിലുള്ള പിഴച്ച തരീഖത്തുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നയനിലപാടെന്ത് വളരെ കൃത്യമായി ഖുർആനി ഹദീസ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച ജനങ്ങളെ, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിയുർ റസൂല, അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, ഇസ്ലാമികമായ ഏതെങ്കിലും വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിൽപ്പെട്ടാൽ ഒരു മുസ്ലിമിന്റെ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയത്തെ അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും മടക്കണം. അതേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്, തറക്കുബീക്കും അംറൈൻ ലൻ തദുല്ലുമാ തമസ്സകും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തി റസൂലിഹി, ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്, ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വെറുവിളിക്കുകയില്ല. കിതാബല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വസുന്നത്തി റസൂലിഹി, മറ്റൊന്ന് പ്രവാചകന്റെ ചര്യയുമാകുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാകുന്നു. ആ ഖുർആനും സുന്നത്തും പരിശോധിക്കുമ്പോൾ അതിൽ സൂഫിസം കാണാൻ സാധ്യമല്ല. ഏതെങ്കിലും തരീഖത്തുകളെ കുറിച്ചുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കിയാൽ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഉണർത്തുന്നു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സഅതും ബിഹി ലഅല്ലകും തത്തഖൂൻ. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, തീർച്ചയായും ഇതാകുന്നു ചൊവ്വായ പാത. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് മുസ്തഖീമായ മാർഗം, ഇതാണ് നേരായ പാത, ഇതാണ് ചൊവ്വായ പാത. ഫത്തബിഊഹു, ആ പാതയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വലാ തത്തബിഉസ് സുബുല, മറ്റു മാർഗങ്ങളെയും നിങ്ങൾ പിന്തുടരുവാൻ പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് മാർഗങ്ങളില്ല, ഒരുപാട് മാർഗങ്ങളില്ല. ഒരൊറ്റ വഴിയേയുള്ളൂ, ഒരൊറ്റ മാർഗമേയുള്ളൂ, ഒരൊറ്റ ത്വരീഖത്തേയുള്ളൂ. ആ ത്വരീഖത്തിനെയാണ് പിന്തുടരേണ്ടത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അതല്ലാത്ത എല്ലാ മാർഗങ്ങളും, അതല്ലാത്ത എല്ലാ ത്വരീഖത്തുകളും മനുഷ്യരെ വഴിവിഴപ്പിച്ചു കളയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. ദാലികും വസ്സഅതും ബിഹി ലഅല്ലകും തത്തഖൂൻ, സൂക്ഷ്മതയുള്ള ആളുകൾക്ക് വേണ്ടി ഇതാ അല്ലാഹു നൽകുന്ന വസിയ്യത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇസ്ലാമിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ, ഒരൊറ്റ ത്വരീഖത്തേയുള്ളൂ, വിവിധ ത്വരീഖത്തുകളോ മാർഗങ്ങളോ ഇല്ല. ആ മാർഗങ്ങൾ ഏതൊക്കെയാണ്, ആ ത്വരീഖത്ത് ഏതാണ്, വളരെ കൃത്യമായി പഠിപ്പിച്ച ശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് കൂടെ പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിലേക്ക് ഘടിപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ, നരകത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ, ഒരൊറ്റ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ പോയിട്ടില്ല. നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന സകല കാര്യങ്ങളും, സ്വർഗത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന സകല കാര്യങ്ങളും വളരെ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷത്തിൽ اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم أكملت لكم دينكم, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു,
പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ, എന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ അഗ്ദദ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു അവറത്തുൻ, മൻ അഗ്ദദ ഫീ അംരിനാ, നമ്മുടെ മതത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും മതമായി കൂട്ടിക്കലർത്തിയാൽ ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യണം, അത് തള്ളിക്കളയണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പൂർത്തീകരിച്ച മതത്തിൽ ത്വരീഖത്തിനോ സൂഫത്തിനോ സ്ഥാനമില്ല. ആത്മശുദ്ധീകരണത്തിനും സ്വഭാവ സംസ്കരണത്തിനുമുള്ള മാർഗമെന്നാണ് ത്വരീഖത്തിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ